ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മലപ്പുറം ജില്ലാ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാലിന്യ സംസ്കരണത്തിൽ ജനങ്ങളുടെ മനോഭാവം പ്രധാനമാണ്. ഇതു സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ ബോധ്യങ്ങളുണ്ട്. അവ തിരുത്തി ബോധവൽക്കരണം നടത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ശുചിത്വത്തിൽ പിന്നോട്ട് പോകുന്നതിന് ജനപ്രതിനിധികളാണ് പ്രധാന ഉത്തരവാദിയെന്നും മന്ത്രി പറഞ്ഞു. ചില പ്രായോഗികമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരും. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് വകുപ്പ് ഏകീകരണത്തിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ തീർച്ചയായും കഴിയും. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പ് വന്നതിനൊപ്പം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാകെ ഒരു ഏകീകൃത സോഫ്റ്റ്വെയർ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ നമുക്ക് പഞ്ചായത്തുകളിൽ ILGMS ഉണ്ടായിരുന്നു. പിന്നെ അനേകം സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു. സായിൽ തുടങ്ങുന്ന അനേകം സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു. ഞാൻ മന്ത്രിയായിട്ട് ചുമതലയെടുത്തപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളുടെ പേര് തന്നെ എനിക്കതൊരു പുതിയ കാര്യമായിരുന്നു. ചടങ്ങിൽ പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR വിനോദ് മുഖ്യാതിഥിയായിരുന്നു. ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ VR പ്രേംകുമാറും, കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ MG രാജമാണിക്യവും നിർവഹിച്ചു. ജില്ലാ പ്ലാനിംഗ് ആൻഡ് റിസോഴ്സ് കേന്ദ്രം എന്ന പേരിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 4.75 കോടി രൂപ ചിലവിൽ 3 നിലകളിലായി 15,000 ചതുരശ്ര അടിയിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. CCN മലപ്പുറം.